യെസ്, അനന്തപത്മനാഭൻ ഹിയർ. ഞാൻ ബോണിയാണ്. അപ്പുറത്തെ ഫ്ലാറ്റിലെ ഉണ്ണികൃഷ്ണൻ എന്ന് വിളിച്ചു തരൂ. വളരെ അത്യാവശ്യമാണ്. ബുദ്ധിമുട്ടാവില്ലല്ലോ? ആ, വിളിക്കാം. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, ഒരു ഫോണുണ്ട്. ഒന്ന് മാറി. ആ ഉണ്ണി. ഉണ്ണി, ഞാനിന്ന് വരില്ല. ഞങ്ങളുടെ ഏരിയ മാനേജർ ട്രിവാൻഡ്രത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എക്സിക്യൂട്ടീവ് മീറ്റിംഗ്. പിന്നെ ഒന്ന് പോടാ. നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? ഏതെങ്കിലും ജിൽജിലാക്കിയ ബുൽബനാക്കിയ ഒത്തു കാണും. ഇല്ലളിയ, ആദ്യം ഡ്യൂട്ടി. അത് കഴിഞ്ഞാ നാളെ സാറ്റർഡേ അല്ലേ? സൺഡേ പറ്റിയാലൊന്ന് കോവളത്ത് കൂടും. ആരാണ് കമ്പനിക്ക്? ആശ ചെറിയനാണോ, ശ്രീലയാണോ, ഷാൻഡി പി തോമസ് ആണോ, ശാന്തിയാണോ? ആരാണ് ഇത്? അതൊന്നും അല്ലളിയാ, പുതിയ നമ്പരാ. വരുമ്പോ ഡീറ്റെയിൽസ് പറയാം. എടാ, കോവളമാണ്, സൂക്ഷിക്കണം. എവിടെയെങ്കിലും പോയി എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വന്നാ ഈ പഠിക്കാത്ത ഞാൻ കേട്ടില്ല, പറഞ്ഞേക്കാം. വേലി ചാടുമ്പം മുള്ളു കൊള്ളാതിരിക്കാനും ബോണിക്ക് അറിയാം മോനെ. വിനോദിനോട് പറഞ്ഞേ. ആ ശരി, ഓക്കെ. സോറി, ഒരു ശല്യായില്ലോ. ഇനിയും കോൾ വന്നാ വിളിക്കാൻ മറക്കരുതേ. എന്തോടാ അവിടെ? ചുമ്മാ അങ്ങനെ വയലിൻ വായിക്കാനായിട്ട്. പുറത്തിലെ കാറ്റാണേ. അപ്സരസ് കുരുക്കോ? ബോണിയെ പോലെ ദുരുദ്ദേശമൊന്നും ഇല്ലോ അല്ലേ? നല്ല കുട്ടിയാ, എനിക്കിഷ്ടമായി. നിന്റെ അമ്മ സമ്മതിക്കോ? കാച്ചെണ്ണ തേച്ച ഏതെങ്കിലും നാട്ടുമ്പുറത്തുകാരെ കണ്ടുവച്ചിട്ടുണ്ടാവും അമ്മ മരുമകളായിട്ട്. എന്റെ ഇഷ്ടത്തിന് ഒരിക്കലും അമ്മ എതിരേക്കില്ല. ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കാളകളിച്ചടക്കാൻ പറ്റുമോ? എവിടെങ്കിലും ഒന്ന് ഒതുങ്ങിക്കൂടണ്ടേ? ഇന്ദുവിന്റെ കത്തൊന്നും വരുന്നില്ല. അപ്പൊ ആഴ്ചയിൽ 4 വെച്ചല്ലേ? നാട്ടിൽ ചെല്ലാത്തതിന്റെ പരിഭവവും പരാതിയും കരച്ചിലും മൂക്കുവീഴ്ചിലും ആകെ പ്രശ്നമാണ്. മുറപ്പെണ്ണിന്റെ അവകാശമല്ലടാ അതൊക്കെ. മുമ്പൊക്കെ നിന്നെ കളിയാക്കിയിട്ടുണ്ടെങ്കിലും പ്രേമം സുഖമുള്ള ഏർപ്പാടാന്ന് ഇപ്പൊ എനിക്കും തോന്നുന്നു. എന്തോ? എന്റെ അമ്മേ. വിനു, എന്താടാ നീ ഇവിടുന്ന് വന്നേ. എന്തിനാ? ഇങ്ങോട്ടൊന്ന് വാടാ. മനുഷ്യന് ഉറങ്ങാനും സമ്മതിക്കത്തില്ല. നീ ഇത് കണ്ടോ? ഏതാടാ കുഞ്ഞ്? എനിക്കറിയോ. പിന്നെ ഇതെങ്ങനെ ഇവിടെ വന്നു? ആരെങ്കിലും കൊണ്ട് കിടത്തിയേച്ച് പോയതായിരിക്കും. ഞാൻ ഇവിടെ മുഴുവൻ നോക്കി, ആരെയും കാണുന്നില്ല. അയ്യോ, ഇത് നിങ്ങളുടെ കുട്ടിയാണ്, നിങ്ങളെ ഏൽപ്പിക്കുന്നു. അയ്യോ, ബോണി. കറക്റ്റ്, ഇത് ബോണിയുടെ കുട്ടി തന്നെയാ.
അവന് പല പെണ്ണുങ്ങളുമായി കണക്ഷൻ ഉള്ളതല്ലേ, അതിലേതെങ്കിലും ഒരെണ്ണത്തിന്റെ ആയിരിക്കും. തല്ലിപ്പൊളി ആക്കുവോ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ആകെ നാറ്റ കേസാവും. അവരാണെങ്കിൽ സ്ഥലത്തും ഇല്ല. ഒരു കാര്യം ചെയ്യാം, ആൾക്കാരറിയുന്നതിന് മുമ്പ് ഇതിനെ എടുത്ത് അകത്ത് നിർത്തിയാലോ? ആ, വാ. എടുക്ക്. പതുക്കെ, പതുക്കെ. ഓ, പോടാ. കഥവടക്കി. നല്ല ഭംഗിയുള്ള കുട്ടി. അതെ, ചെന്ന് നോക്ക്. നീ ചെന്ന് നോക്ക്. ഈ ഫ്ലാറ്റിലുള്ളവർക്ക് ഇസ്തിരി ഇട്ട് കൊടുക്കുന്ന രാമൻ വന്നിട്ടുണ്ട്. വല്ലതുണ്ടോ? ഇന്ന് വേണ്ട, നാളെ വരാൻ പറ. ഭയങ്കര തണുപ്പാ പുറത്ത്. വീടിന്റെ കയ്യില് ബീഡി അത് പിന്നെ അവിടെ എവിടെയും കാണുന്നു. സേർട്ടുണ്ട്. ആ, സിഗരറ്റ് തന്നെ ഉണ്ടല്ലേ? അത് മുഴുവൻ ഇരുന്നോട്ടെ. ഓ, ഇനി ഒരു കാപ്പിയും കൂടി കിട്ടിയ രാവിലത്തെ ഫംഗ്ഷൻ ക്ലീൻ. അയ്യോ, അതിനിവിടെ കാപ്പിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതിനെന്താ ഉണ്ടാക്കാനും ഇഷ്ടം പോലെ സമയല്ലേ? അല്ല, ഇവരൊന്നും എണീറ്റിട്ടില്ലേ? അല്ല, അവരുറങ്ങിക്കോട്ടെ, നമുക്ക് കാപ്പി ഉണ്ടാക്കാം. അല്ല, ഇവിടെ അടുത്തെങ്ങാനും പ്രസവിച്ച സ്ത്രീകളുണ്ടോ? പിന്നെ ഇവിടൊക്കെ പ്രസവിച്ചവരനല്ലേ. പ്രസവിക്കാത്ത മച്ചു പെണ്ണുങ്ങളൊന്നും ഈ ഏരിയയിലില്ല. അതല്ല, ഈ ഫ്ലാറ്റിൽ അടുത്തിടെ പ്രസവിച്ച ഏതെങ്കിലും സ്ത്രീകളുണ്ടോ എന്നറിയാനാ. എന്താ കണ്ണിൽ മുലപ്പാൽ ഒഴിക്കാനാ? കണ്ണിന് എന്ത് പറ്റി? കണ്ണിന് കുഴപ്പമൊന്നുമില്ല. രാത്രി മുഴുവൻ ഒരു കൊച്ചു കുഞ്ഞിനെ നിർത്താനുള്ള കരച്ചിൽ കേട്ടു, അതാ ചോദിച്ചത്. അതാരടാ? ഞാൻ അറിയാതെ ഒരു പുതിയ കാര്യം. ഇനി ഇവരൊക്കെ കേട്ടോ? അവര് കേൾക്കാൻ വഴിയില്ല. ഇത് ആ ഭാഗത്തു നിന്നാണ് കേട്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ കരയാൻ പ്രായമുള്ള ഒരു കുട്ടി ഇവിടെ ഇല്ലല്ലോ. താഴെ എവിടെ കേൾക്കുന്നില്ലല്ലോ. ആ. ഇനി മുകളിലെറ്റായി ആയിരിക്കും. ഞാൻ നോക്കിട്ട് വരാം. അയാൾ പോയോ? ആ, പോയി. ആ, ഉണന്നോ? എടാ, ഇത് അവന്റെ കുഞ്ഞ് തന്നെയാ. നീ ആ മുഖത്തോട്ടും സൂക്ഷിച്ചു നോക്കി. അവന്റെ തനി പകർപ്പാ. ശരിയാണല്ലോടാ. നീ മറുക കണ്ടോ? ബോണിയുടെ കാലിലുണ്ട് ഇതേപോലത്തെ ഒരു മറുക. അപ്പൊ ഇത് അവന്റെ കൊച്ചു തന്നെ? ആ, ആശാ ചെറിയന്റെ അമൃതകുമാരിയുടെയോ എലിസബത്തിന്റെ ആരുടെങ്കിലും കുട്ടിയായിരിക്കും. അവനെ നിങ്ങൾ വരട്ടെ, റാസ്കൽ. ഛേ, അവൻ വരുന്നവരെ കൊച്ചിനെ കാത്തു വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ നമുക്ക്? കരയില്ലേ. ഇത് കണ്ടോ? ഏതാടാ അടുത്ത കുരിശ്? എനിക്കറിയൂ. ആരായാലും കഥ ഓർക്കണ്ട. കഥ ഓർക്കാതെ ആരെന്നറിയാൻ പറ്റുമോ? അവന്റെ അയ്യോ, വേണ്ട കരയിലും ഉണ്ണിത്താൻ സാറാ? ആരായാലും തുറക്കണ്ട. നമ്മൾ ഇവിടെ ഇല്ലാന്ന് കണ്ട് തിരിച്ചു പൊക്കോളും. കരയിലെ മോളെ, കരയിലെ മാനം കെടുത്തല്ലേ. നീ അതൊക്കെ കാണിക്കില്ലേ? ചീവീട് കരയുന്ന പോലെ ശബ്ദം. ഒരു കാര്യം ചെയ്യ്, ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്യ്. കരയില്ലേ മോളെ, കരയില്ലേ. കുറച്ചുകൂടി വോളിയം കൂട്ട്. നമുക്ക് ആ TV ഓൺ ചെയ്ത് കൊച്ചിനെ കാണിച്ച കരച്ചിലെടുത്താലോ? എടാ, TV പ്രോഗ്രാം കാണാനുള്ള പ്രായമാണല്ലോ കുഞ്ഞിന്. പോരാത്തിന് നമ്മുടെ ടിവിയിലെ പ്രോഗ്രാം കണ്ട കരയാത്ത കുഞ്ഞും കരയും. പിന്നിപ്പോ എന്തോ ചെയ്യാനാ? വേണ്ട മോളെ, കരയില്ലേ മോളെ. കുഞ്ഞിന് വിശന്നിട്ടായിരിക്കൂടെ? അടുത്തെങ്ങാനും പ്രസവിച്ച സ്ത്രീകളുണ്ടായിരുന്നെങ്കിൽ. എന്തിനാ കൊണ്ടേ മുല പിടിപ്പിക്കാനാ? പിന്നെ എന്റെ കരച്ചിൽ നിർത്തുന്ന എങ്ങനാ? നീ കുഞ്ഞിനെ പിടിച്ചേ. ഞാൻ പോയിട്ട് കുറച്ച് പാല് കിട്ടുമെന്ന് നോക്കിട്ട് വരാം. എടാ, പെട്ടെന്ന് വരണേ. പാലില്ലാന്ന് പറഞ്ഞ് മുങ്ങിക്കളയല്ലേ. മൂസക്കത്തിരി പാല് കിട്ടുവോ? അയ്യോ, ബൂത്ത് അടച്ചു പോയി കാണുമല്ലോ. പാല് വേണി അതിരാവിലെ പോണ്ടേ? അല്ല, നിങ്ങളൊന്ന് ഉദ്യോഗത്തിന് ഒരു ഗസ്റ്റ് ഉണ്ട്, ചായ കൊടുക്കാനാ. ഈ സമയത്ത് എവിടുന്ന് കിട്ടാനാ? ഇനി പാൽ അത്യാവശ്യമാണെങ്കിൽ മോൾ ഉണ്ണിത്താൻ സാറിന്റെ ഫ്ലാറ്റിൽ ഉണ്ടാവും. അവിടെ കാണോ? ഞാൻ വരാം. വേണ്ട. ഞാൻ പോയി വാങ്ങിച്ചോളാം. ഇതിലെന്തോ ഒരു അപാകത ഉണ്ടല്ലോ. നല്ല കുട്ടി. ആഹാ, അങ്ങനെ അടയാ കിട്ടി. ആ. എങ്ങനെ കരച്ചിൽ നിർത്തി? അതൊക്കെ നിർത്തിയടയാ. ഓ, നീ ആള് കൊള്ളാമല്ലോ. സംഭവം കൊള്ളാം. പക്ഷെ വിരലെടുത്താ ഉടനെ കൊച്ചു കരച്ചിൽ തുടങ്ങും. നീ പാലി കൊടുത്തേ. വിരല് ചപ്പി സായിപ്പല്ലേ വിരൽ പോലായി.
ഇങ്ങനല്ല ഇനി ഫീഡിംഗ് ബോട്ടിൽ വേണം. നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ പോയി വാങ്ങിച്ചോട്ടെ. വിനോദ് നില്ല്, 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 നില്ല്. അവിടെ നില്ല്, അവിടെ നില്ല്. ഞാൻ പോയി പഠിച്ചോണ്ട് വരാം. വേണ്ട കള, നീ പാല് വാങ്ങിക്കാൻ പോയിട്ട് നിറം ക്ഷീണിച്ചല്ല. വിനോദ കളിക്കല്ലേ, മേടിക്കാൻ പോയി നീ ആവശ്യം മുങ്ങിയേക്കരുത്. മിമിക്രി കാണിക്കട്ടെ. ട്രെയിൻ പോകുന്ന കാണിക്കേ. ഓ കരയല്ലേ. പശു 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 പശു. ഓ കരയല്ലേ. പൂച്ച 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 പൂച്ച. കുരങ്ങ് 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 കുരങ്ങ്. അയ്യോ കരയല്ലേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. പ്ലെയിൻ പോകുന്നതാണ്. ഒരു ഫീഡിംഗ് ബോട്ടിൽ വേണം. ഹലോ കാശ്. ഓ ഐ എം സോറി. ദാ ഫീഡിംഗ് ബോട്ടിൽ. നീ ഇത്ര നേരം എവിടെ പോയി കിടക്കായിരുന്നു? വരുന്ന വഴിക്ക് ഉടുപ്പൂടെ വാങ്ങി. അഴുക്കായ മാറണ്ടേ? ഒരു തൊട്ടിലൂടെ വാങ്ങായിരുന്നില്ലേ? ഞാനത് മറന്നടേ. അയ്യടാ, എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി താരാട്ടും പാടി ഇവിടെ ഇരിക്കാം. വേറെ പണിയൊന്നുമില്ലല്ലോ. ഒരു മണിക്കൂർ ഞാൻ കരച്ചിൽ തമ്മിൽ കിടന്ന് പാട് കൊടുന്നു. അപ്പൊ ഞാൻ കിടന്ന് പാട്ട് കൊടുത്തോ? അതിനൊന്നുമില്ല. ഓ നീ ആ കുപ്പി എഴുതിട്ട് പാലെടുത്തുണ്ടോ? പെട്ടെന്ന് ചെല്ലടേ. വിനോദേ, മൂടി ഓർക്കടാ. നോക്കിട്ടോ. ഇന്നത്തെ ഹിന്ദു ഉണ്ടോ? ഞങ്ങളിവിടെ ഇന്ത്യൻ എക്സ്പ്രസ്സാ വരുത്തുന്നത്. അകത്ത് ഏതോ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ പോലെ. കുഞ്ഞോ? ആ മിമിക്രി പ്രാക്ടീസ് ചെയ്യാ. പോടാ.